ഹലോ! എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും വളരെ താമസിച്ചാണ് എണീറ്റത്. രാവിലെ എണീറ്റ് ബെഡൊക്കെ ഒന്ന് ശരിയാക്കി, ഒന്ന് ഫ്രഷപ്പ് ആവാൻ കേറി. രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകിയ ശേഷം മുടിയൊക്കെ ഒന്ന് കെട്ടി, കുറച്ചൊന്ന് ഒരുങ്ങി, കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഫീൽ ചെയ്യും അല്ലേ? ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രസൻറ്റബിൾ ആയിട്ട് ഇരുന്നാൽ മാത്രമേ കുട്ടികളും അതുപോലെ ഇരിക്കൂ. രണ്ടുപേർക്കും ഒഴിവ് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണേ. അപ്പോൾ ഡിഷൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ വരലിബിയുടെ ക്ലാസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നു. പക്ഷേ അതൊന്നും എനിക്ക് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മീൽ പ്രിപ്പിനുള്ള കാര്യങ്ങളും വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും കൃത്യമായി എഴുതിയതിന് ശേഷം നമ്മൾ കിവി ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് സാധനം വാങ്ങിക്കാൻ ഇന്ന് പോകുന്നത്. എല്ലാ വീക്കും ശനിയും ഞായറും മാത്രമാണ് ഈ മാർക്കറ്റ് ഉണ്ടാവുക. നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടുന്ന് കിട്ടും. ഞാൻ വീടൊക്കെ പൂട്ടി മെയിൽ ബോക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഇവിടെ ചെറിയൊരു സ്നോഫോൾ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി വന്നതാണ് ഈ ബ്ലാക്ക് ഐസ്. ഇത് നന്നായിട്ട് തെറ്റും. വിൻ്റർ സമയത്ത് ഏറ്റവും നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതും ഈ ബ്ലാക്ക് ഐസ് തന്നെ. പക്ഷേ ഇന്ന് നല്ല വെതറായിരുന്നു. കുറച്ച് സണ്ണിയും എന്നാൽ അത്യാവശ്യം തണുപ്പും ഒക്കെയുള്ള നല്ലൊരു ദിവസം. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം ഈസി ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാറിൻ്റെ ഒന്നും ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ചെടികളെല്ലാം നല്ല ഫ്രീസായിട്ട് നിൽക്കുകയാണേ. മാർക്കറ്റിലെത്തി മാർക്കറ്റിൻ്റെ വീഡിയോ എല്ലാം നിങ്ങളെ കാണിച്ചു തരണമെന്ന് അതിയായ ആഗ്രഹത്തോടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. പക്ഷേ അതിൻ്റെ നേർ വിപരീതമായിരുന്നു അവിടെ എത്തിയപ്പോൾ സംഭവിച്ചത്. നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ കണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല ഫ്രഷ് ആയിരുന്നു. അതുപോലെ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണെന്ന് എനിക്ക് തോന്നി. മീറ്റ് ആണെങ്കിൽ പോലും ഇറച്ചിയും മീനും മട്ടണും എല്ലാം ബീഫാണെങ്കിലും എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു. നമ്മളതെല്ലാം വാങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പടിച്ചു. അവിടെ കണ്ട നല്ലൊരു പിസ്സേറിയയിൽ കയറി നമ്മളൊരു പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് അയ്യോ വീഡിയോ എടുത്തില്ല എന്നോർത്തത്. പിന്നെ അവിടുന്ന് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണമല്ലോ, ഇനി ഫുഡാക്കണം രാത്രിയിലത്തേക്ക്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും മീൽ പ്ലാനൊക്കെ ഒന്ന് തുടച്ചിട്ട് സൺഡേയിലേക്കുള്ള മീൽ പ്രിപ്പറേഷൻ എല്ലാം എഴുതി വെച്ചു. സൺഡേ തൊട്ട് അടുത്ത ഫ്രൈഡേ വരെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. റീഫില്ല് ചെയ്യാനുള്ളതെല്ലാം റീഫില്ല് ചെയ്തു. വാങ്ങിയ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലേക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് അടുക്കിയൊക്കെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പോയ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ വിശേഷങ്ങളും പഴയ കാര്യങ്ങളും ഇനി വാങ്ങിക്കേണ്ട സാധനങ്ങളും വിട്ടുപോയ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞാണ് ഓരോന്നും ചെയ്യുന്നത്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വാങ്ങുന്ന ഒരു സമയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് ഈ മീൽ പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രിയിലത്തേക്കുള്ള പാചകങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് നടത്തിയത്. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി. അപ്പോൾ ഈ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സായി.